തമിഴ്നാട്ടിലെ കസ്റ്റഡി ഡെത്ത് 9 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വധശിക്ഷ. തൂത്തുക്കുടി സാത്താംകുളം പോലീസ് സ്റ്റേഷനിലാണ് ഈ കസ്റ്റഡി ഡെത്ത് ഉണ്ടായത്. കോവിഡ് കാലഘട്ടത്തിൽ 2020 സംഭവമാണ്. കോവിഡിന് കാലത്ത് കട തുറക്കരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചപ്പോൾ അത് വയലേറ്റ് ചെയ്തു അവിടുത്തെ ഒരു കച്ചവടക്കാരൻ പി ജയരാജൻ കട തുറന്നു. സാത്താംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് കട തുറന്നത്. കട തുറന്നതിനെ സംബന്ധിച്ച് പോലീസുമായിട്ട് തർക്കമായി അയാളെ പിടിച്ചുകൊണ്ടുപോയി. അയാളെ സാത്താംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, അതിഭീകരമായി മർദ്ദിച്ചു. ആ സമയം ഇയാളുടെ മകൻ ബെന്നി 31 വയസ്സുള്ള ആൾ പിതാവിനെ മർദ്ദിക്കുന്ന കണ്ട് ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അത് തടയാൻ ശ്രമിച്ചു. ബെന്നിയെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് പല കഥകളും പിന്നീട് മെനഞ്ഞു. ഇവരൊരു കുറ്റം ചെയ്യാത്തവരാണ്, കോവിഡ് സമയത്ത് കട തുറന്നതാണ്, നാട്ടുകാർക്ക് പലർക്കും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരുടെ കട തുറന്നു സെയിൽ ചെയ്തു. അതിനെ ക്രൂരമായി ഒരു നടപടിയിലേക്ക് സാത്താംകുളം പോലീസ് പോയി. തൂത്തുക്കുടി ജില്ലയിലുള്ള സാത്താംകുളം പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഇൻസ്പെക്ടറും കൂടെ ഉണ്ടായിരുന്ന 9 പേരോളം, അങ്ങനെ 10 പേരാണ് അതിക്രൂരമായി ഈ അപ്പനെയും മകനെയും മർദ്ദിച്ചത്. അതിനുശേഷം അവരൊരു കള്ളക്കേസൊക്കെ എടുത്തിന് കോടതി കൊണ്ടുപോയി ഇവരെ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. സബ് ജയിലിൽ കിടന്ന സമയത്ത് മർദ്ദനത്തിൻ്റെ ഫലമായി അവർക്ക് വലിയ അസുഖങ്ങൾ നേരിട്ടു. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവരെ ആദ്യം 22-ാം തീയതി ജൂൺ 22, 2020 പിതാവ് മരിച്ചു. അടുത്ത ദിവസം ജയിലിൽ വെച്ച് തന്നെ മകനും മരിച്ചു. ഇതാണ് ഈ കേസിൻ്റെ സംഭവം. ആ കേസിനകത്ത് മുഖ്യപ്രതി ശ്രീധർ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറാണ്, സ്റ്റേഷൻ ചാർജുള്ള ആളാണ്. അവിടെ 2 സബ് ഇൻസ്പെക്ടർമാരുണ്ട്, രഘു, ഗണേഷ്, കെ ബാലകൃഷ്ണൻ. പിന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ചാർജുള്ള ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അയാൾ കോവിഡ് മൂലം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് 9 പേർക്കും ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് പല കള്ളക്കഥകളും ഒക്കെ ചേർന്ന് മരണകാരണം മർദ്ദനം മൂലം അല്ല എന്നുള്ള രീതിയിലൊക്കെ വന്നു, ആരോപണം വന്നു. അത് അവിടുത്തെ തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നീതി കിട്ടില്ല എന്ന് വന്നപ്പം ആ കേസ് കോടതിയുടെ ഉത്തരവ് പ്രകാരം CBIക്ക് പോയി. CBI ഒന്ന് കൃത്യമായി അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥകൾ ഈ മർദ്ദനം കണ്ടവരുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അവർ കൃത്യമായി സെഷൻസ് കോടതിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അവർ മൊഴി രേഖപ്പെടുത്തി. മർദ്ദിക്കുന്ന കണ്ടു, 2 പേരെയും ക്രൂരമായി മർദ്ദിച്ചവരൊക്കെ 9 പേരും ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 2 സബ് ഇൻസ്പെക്ടർമാരും ബാക്കി 6 പേര് പോലീസ് ഉദ്യോഗസ്ഥരാണ്. കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് ഈ മരണം സംഭവിച്ചത്. ഈ ഭീകരമായ കസ്റ്റഡി വെച്ചുള്ള ഉപദ്രവം കൊണ്ടാണ് സബ് ജയിലിൽ വെച്ച് മരണപ്പെട്ടത്, അല്ലാതെ സബ് ജയിലിൽ കിടന്നുള്ള ഒരു അസുഖം കൊണ്ട് മരിച്ചതല്ല എന്ന് CBIക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് മധുര അഡീഷണൽ സെഷൻസ് കോടതി 9 പേരെ തൂക്കം വിധിച്ചു. 1-ാം പ്രതിയായ മുഖ്യപ്രതി ഇൻസ്പെക്ടർ ശ്രീധരനെ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആ വിക്ടിമിൻ്റെ കുടുംബത്തിന് കൊടുക്കണം എന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കേരളത്തിന് സമാനമായ രീതിയിൽ ഒരു ഉദയകുമാർ വധക്കേസിനകത്ത് 2 പേർക്ക് വധശിക്ഷ നേരത്തെ വിധിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം വിധിച്ചു. പക്ഷേ ഹൈക്കോടതിയിൽ അത് കേസ് നിലനിൽക്കില്ല എന്ന് കണ്ട് വധശിക്ഷ റദ്ദാക്കുകയും അവരെ കുറ്റവിമുക്തരാക്കിയ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. എങ്കിലും പൊതുവെ കസ്റ്റഡി ഡെത്തിന് തീർച്ചയായിട്ടും പോലീസ് ഉത്തരവാദികൾ തന്നെയാണ്. അസുഖമുള്ള ഒരാളാണ്, അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ, എന്ത് കേസുണ്ടായാലും ശരി, കൊലക്കേസായാലും ശരി, അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് പോലീസ് സ്റ്റേഷനിലെ SHIയും മറ്റുള്ളവരും. നല്ല ആരോഗ്യമുള്ള ആ കച്ചവടക്കാരനും മകനും അവിടെ വന്ന് അവരെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തതിനിടയ്ക്ക് പോലീസ് കസ്റ്റഡി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അവരെ ക്രൂരമായി ഭീകരമായി മരിച്ചതുകൊണ്ട് അവർ ആ മർദ്ദനത്തിൻ്റെ തീവ്രത കൊണ്ട് ജയിലിൽ വെച്ച് 2 പേരും 2 ദിവസം തലേദിവസം പിറ്റേ ദിവസമായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ്. വളരെ നിരപരാധികളാണ് അവർ, കച്ചവടക്കാരാണ്. കോവിഡ് സമയത്ത് കട തുറന്നു എന്നൊരു കുറ്റം, അതൊരു കുറ്റമായിട്ട് പറയാനില്ല. കാരണം ആവശ്യക്കാർക്ക് സാധനം വേണമല്ലോ, കോവിഡ് ഉണ്ടെങ്കിലും ശരി. ആ പാവങ്ങൾ അത് തന്നെയാണ് ചെയ്തതും
അതിനിത്ര ക്രൂരമായ ഒരു പണിഷ്മെൻറ്റ് പോലീസ് കൊടുത്തത് ശരിയല്ല. അവർക്ക് എന്തും ചെയ്യുക, ആരും ചോദിക്കാനില്ല എന്നാണ് ധരിക്കരുത്. കേരളത്തിലും സമാനമായ രീതിയിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഭീകരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് കള്ളക്കേസൊക്കെ എടുത്ത് CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ഈ പാവങ്ങളെ പുറത്തല്ലാതെ ഒരു ഗുണ്ടയെ അടിച്ചതായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടിട്ടില്ല ഞാൻ. ഇപ്പം പബ്ലിക്കായിട്ട് അടിക്കുക ഗുണ്ടയെ, കാരണം പൊതുജനം നിങ്ങളുടെ കൂടെ നിൽക്കും. അടി കൊടുക്കേണ്ടവനെ പബ്ലിക്കായിട്ട് അടിക്കുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെറിയ ചെറിയ മാറ്ററിലൊക്കെ പിടിച്ചുകൊണ്ട് പോയി ആരും കാണാതെ പോയി ക്രൂരമായി വ്യക്തിവൈരാഗ്യം കൊണ്ട് അവരെ, അല്ലെങ്കിൽ ആ ചെറിയൊരു കുറ്റത്തിന് വേണ്ടി ഭീകരമായി മർദ്ദിച്ച് കൊല്ലുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്ന സംഭവം കേരളത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇനി കോടതിയും പൊതുജനങ്ങളും ഒക്കെ നിങ്ങൾക്ക് എതിരാവും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മർദ്ദനത്തിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. അതേസമയത്ത് ഗുണ്ടകൾ എത്ര നടപടിയെടുത്താലും എത്ര കാപ്പ കേസെടുത്താലും അവന്മാരൊന്നും മര്യാദയ്ക്ക് വരുന്നില്ലെങ്കിൽ അവരെ പബ്ലിക്കായിട്ട് പിടിക്കുന്ന സമയത്ത് അടി കൊടുക്ക്. പൊതുജനങ്ങളും ചിലപ്പം അതിന് നിങ്ങളോടൊപ്പം സഹകരിച്ചെന്നും വരും. അതുകൊണ്ട് കൊടുക്കാനുള്ളവർ ഇതാണ് പോലീസിൻ്റെ നയം എന്ന് പറയാനായിട്ട് മടിക്കരുത്. അങ്ങനെയുള്ള ഗുണ്ട അല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രഹസ്യമായി കൊണ്ടുപോയി മർദ്ദിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചെറിയ മൈനറായ ചെറിയ കുറ്റങ്ങൾക്ക് വേണ്ടി ക്രൂരമായി മത്സരിക്കുക. മർദ്ദിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ എതിരിടും, കാരണം അവരൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും സർവ്വശക്തിയോടു കൂടി അയാളെ മർദ്ദിക്കുന്നത്, അതൊക്കെ പക്വതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചു. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. തമിഴ്നാട്ടിൽ 9 പേർക്ക് വധശിക്ഷ കൊടുത്തിരിക്കുന്നു. എന്തായാലും അത് ചിലപ്പോൾ ജീവപര്യന്തമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. മധുര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ വിധി ഇന്ത്യയിലെ പോലീസുകാർക്കെല്ലാം ഒരു മാതൃക തന്നെയാണ്, യാതൊരു സംശയമില്ല. കേരളത്തിന് സമാനമായ വിധി ഉണ്ടായിട്ട് അവർ രക്ഷപ്പെട്ടെങ്കിലും അതും ഒരു മാതൃകാപരമായ ശിക്ഷ തന്നെയായിരുന്നു കേരളത്തിലെ സെഷൻസ് കോടതി നടപ്പാക്കിയത്. കാരണം അബദ്ധം പറ്റും ചിലർക്ക് ഇങ്ങനെയൊക്കെ കസ്റ്റഡി, കാരണം ഒരാളുടെ ജീവൻ്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പോലീസ് കസ്റ്റഡി വന്നാൽ തന്നെ അവർക്ക് വേണ്ട വൈദ്യസഹായം കൊടുക്കാനും അവർക്കൊരു അസ്വസ്ഥത തോന്നിയാൽ അന്നേരം തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാനും നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അടിയോ ഇടിയോ ചവിട്ടോ ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. ഇടിമുറി കൊണ്ടുപോയി അങ്ങനെ അല്ലാതെ കേസ് തെളിയിക്കാനായിട്ട് പഠിക്കണം. ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം. അതിന് ക്ഷമ വേണം, നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കണം. അല്ലാതെ ഈ രീതി കിട്ടുന്ന ആൾക്കാരെ എടുത്തിട്ട് ഇടിച്ചരുത്. കാരണം അവർക്കാർക്കും, എനിക്ക് തോന്നുന്നില്ല, മനുഷ്യ ശരീര അവയവത്തിൻ്റെ പ്രാധാന്യമൊന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. എവിടേക്കാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. അവിടെയൊക്കെ മർദ്ദനേറ്റ് കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്യും, മരണമടയും. അതുപോലെ തന്നെയാണ് ആ ഇൻറ്റേർണൽ ഓർഗനെ പറ്റി യാതൊരു വിവരമില്ലാതെ 9 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങി ഇടിച്ചിട്ടാണ് 2 മരണം ഉണ്ടായത്. നിരപരാധികൾ 2 പേരെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് മരണശിക്ഷ വിധിച്ചതിൽ കുറ്റം പറയാൻ ഒക്കില്ല. കാരണം 2 പോലീസ് ഉദ്യോഗസ്ഥകൾ പോലീസിന് എതിരായിട്ട് കോടതിയിൽ മൊഴി പറയുകയും ചെയ്തു, മർദ്ദിക്കുന്ന കണ്ടുവെന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പലരും, ധാരാളം വനിതാ പോലീസുകാർ ഒക്കെ വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ധാരാളം സബ് ഇൻസ്പെക്ടർമാരും വനിതകൾ ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും എല്ലാവരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാരെല്ലാം വളരെ നയപരമായും പക്വതയോടും കൂടി പെരുമാറാനും സംസാരിക്കാനും പഠിക്കണം കേരളത്തിൽ.